വിമാനം നോക്ക നോക്കിട്ട് കാര്യം അതിന് ജോലി ഞാൻ എത്ര കാലായി പൂതിക്കണെന്ന് അറിയാം എനിക്ക്. പാവം എന്നാ ഈ ജോലി തന്നെ എടുത്തോ. എനിക്കറിയാം, ഞാൻ കൊമ്പങ്കാട്ട് ജനിച്ചു പോയില്ലേ, ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുള്ളൂ. ഞാൻ പൂരത്തിന് പോയപ്പോ വാങ്ങിയൊരു വിമാനം ഉണ്ടായ്മ മേടിച്ച് എന്തേ ജോലി എടുത്താൽ അതേ നടക്കുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ മര്യാദക്ക് പോയിക്കട്ടാ. എനിക്ക് വിമാനത്തിലല്ലേ ജോലി വേണ്ടേ, അതിന്റെ ഉപ്പച്ചി വച്ച അതാ വരുന്നു എന്റെ ഉപ്പച്ചി. ഓ സൈനബാ ഉത്സവരാതെ വീട്ടിക്ക് നീ വാ സൈനബാ. ഇപ്പച്ചിനെ കൊന്നൂന്നറിയ അതാ നല്ല. ഇപ്പച്ചിയാ എനിക്ക് മുട്ടായി കൊടുന്നില്ല. ഇവിടെ മനസ്സിലുള്ള ചതഞ്ഞു. ഈ മോൾക്ക് വിമാനത്തിന് ജോലി വേണമല്ലോ, പോയി തട്ടി. കൊമ്പക്കാടുത്ത പെൺകുട്ടികളൊന്നും നിലം മുട്ട ഒരു പണിക്കും പോകാൻ പാടില്ല. എനിക്കറിയാം എന്നെ വിടൂലാന്ന്. ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഈ പെരടത്ത് ഇങ്ങനെ നിക്കല്ലേ. അതിന് കൊറേ പഠിച്ചണെന്ന്. എനിക്ക് പഠിച്ചാൻ പൂതിയായിട്ടല്ലേ ഞങ്ങളോട് ഇങ്ങനെ പറയണതേ. മോൾട്ടി അതിന് ഇംഗ്ലീഷ് കൊറേ സംസാരിക്കേണ്ടി വരുന്നേ. അതിന് പഠിച്ചാ പോരെ. ആരപ്പാ നിക്കണ്ട് ജോളപ്പ ഈ രണ്ട് വിമാനത്തെ കാലിട്ടിട്ട് എന്നെ കൊല്ലറിയാ. മോൾട്ടി അതിനൊക്കെ കൊറേ ദൂരത്ത് പോയി പഠിച്ചണം. അതാണ് പറ്റി വിടാത്തത്. പക്ഷെ നമ്മൾ അടുത്ത് തന്നെ ഉണ്ട്, നമ്മൾ അയൽവാസി. അവന് പഠിപ്പിക്കണ അക്കാദമി പോയി പഠിച്ചാ മതി. ഞാൻ ഡിഗ്രി കഴിഞ്ഞോണ്ട് എനിക്ക് ഒരു കൊല്ലം കൊണ്ട് ജോലി കിട്ടും. അല്ലെന്ന് എനിക്ക് വിമാനത്തിൽ പണിട്ടാണാവോ? എനിക്ക് ടിക്കറ്റ് എടുത്താൽ തന്നെ വിമാനത്തിൽ കയറാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു നോക്കിട്ട് വേണം. അതാ വിമാനം ആരെന്ത് ബൈക്കൊക്കെ കൊടുത്തിട്ട് മോൾട്ടി പോവാ. എന്റെ മോൾട്ടിക്ക് വിമാനത്തിൽ ജോലി ചെയ്യാൻ വലിയൊരു താല്പര്യം. അതിപ്പോ എന്റെ അവിടെ വന്നാ നടക്കുവോ? അല്ല, നടക്കുകയാണെന്നുണ്ടെങ്കിൽ കൊമ്പക്കാട്ടിലേക്ക് അതിന് അഭിമാനാണ്. അതിനെന്താ കോയക്ക നടക്കാണ്ട്? അതിനെ കുറിച്ച് പെച്ചക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറയാ നടക്കുമെന്ന്. കോയക്ക, വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷന്റെ കാലിക്കറ്റ് ബ്രാഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. 17 വർഷമായിട്ട് ഈ രംഗത്ത് പരിചയമുള്ള സ്ഥാപനമാണത്. മോൾട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടും. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. ഞാൻ അറിയോ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഓളെയും കൂടി ഇപ്പൊ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വാ. ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് പറഞ്ഞുതരും. നിങ്ങൾ വരുമ്പോ കുഞ്ഞാപ്പൂനും കൂട്ടിക്കോളിയും. ഓൻ +2 കഴിഞ്ഞ് നിൽക്കല്ലേ, ഓനും വേണമെങ്കിൽ എയർപോർട്ട് കോഴ്സ് പഠിക്കാമല്ലോ. എന്നായിക്കോട്ടെ. ശരി, എന്നാല് മോൾട്ടി എപ്പോ തന്നെ പോയി നോക്കാം. കൊമ്പങ്കാട്ടിയൊരു മുഴുവൻ എയർപോർട്ടിലായിക്കോട്ടെ ജോലി. അയാട്ടയുടെ ഓതറൈസ്ഡ് പ്രീമിയം ട്രെയിനിങ് സെന്റർ ആണ്. നമ്മളിവിടെ കുട്ടികൾക്ക് 3 വർഷത്തെ ഡിഗ്രിയോടൊപ്പം നമ്മുടെ ഈ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. അല്ല, +2 കഴിഞ്ഞ കുട്ടികൾക്ക് 1 വർഷത്തെ കോഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ ക്യാബിൻ ക്രൂവും എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുമാണ് കൊടുക്കുന്നത്. ഈ ഒരു കോഴ്സിൽ നമ്മൾ അവർക്ക് GDS, NSDC അതുപോലെ തന്നെ അയാട്ടയുടെ 2 സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് ആണ് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം കുട്ടികൾക്ക് നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയും ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. PT സെക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അവരുടെ ഗ്രൂമിംഗ് സെക്ഷനും ഉണ്ടായിരിക്കും. മാത്രമല്ല, ഈ ഒരു കോഴ്സിന്റെ അവസാന കാലഘട്ടം ആകുമ്പോൾ അവർക്ക് എയർപോർട്ടിൽ വെച്ചിട്ടുള്ള ട്രെയിനിങ്, എയർപോർട്ട് മാനേജ്മെന്റിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ചങ്കളെ, നിങ്ങൾ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിലും ഫ്ലൈറ്റിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നോളി, വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻക്ക്. അപ്പൊ വല്ല ബ്രാഞ്ചുകൾ വരുന്നത് കോഴിക്കോട്, പെരിന്തൽമണ്ണ, തൃശ്ശൂര്, കൊച്ചി, തിരുവനന്തപുരം. കൂടാതെ ഇവർക്ക് വിദേശത്ത് ദുബായിലും UK ലും ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, വിളിച്ചിട്ട് ചെന്നോളി.